അവിടെ തുടങ്ങിക്കോ. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക്ക് മാലറി വീസ് സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ഒരു സൂപ്പർഫിഷ്യൽ ടിയർ ആണ്. നമ്മളെ മ്യൂക്കോസയിൽ സൂപ്പർഫിഷ്യൽ ആയിട്ട് വരുന്ന ഒരു ടിയർ ആണ്. ഓക്കെ, അതായത് മെയിൻലി അഡൽസിലാണ് കാണുന്നത്. അതായത് അതായത് സിവിയർ ആയിട്ട് പ്രൊലോങ്ഡ് വൊമിറ്റിങ്ങിന് ശേഷം നമ്മളെ മ്യൂക്കോസയിൽ ഒരു ടിയർ ഉണ്ടാവും. സൂപ്പർഫിഷ്യൽ ആയിട്ട് ഉണ്ടാകുന്ന ഒരു ടിയർ ആണ് ഈ മാലറി വീസ് ടിയർ എന്ന് പറയുന്നത്. ഓക്കെ, അതുണ്ടാവുന്നതെന്ന് വെച്ചാൽ സൂപ്പർഫിഷ്യൽ ടിയർ ആണ്. അതായത് മ്യൂക്കോസ് ഓഫ് സ്റ്റൊമക്ക് മാത്രമാണ് അഫക്റ്റ് ആവുന്നത്. വേറെ ഒരു ലേയേഴ്സിനും ഒരു കുഴപ്പമില്ല. ഓക്കെ, മ്യൂക്കോസ് ഓഫ് സ്റ്റൊമക്കിൽ അഫക്റ്റഡ് ആവും. പിന്നെ നമ്മളെ കാർഡിയാക് എൻഡ് ഉണ്ടല്ലോ, കാർഡിയ പാർട്ട് ഓഫ് സ്റ്റൊമക്ക്, പടം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ സ്റ്റൊമക്ക് വരയ്ക്കുന്നത്. ഇവിടെ ഇതല്ലേ കാർഡിയാക് എൻഡ് എന്ന് പറയുന്നത്, കാർഡിയ. അപ്പം ഈ ഏരിയയും കൂടെ ഇൻവോൾവ് ചെയ്തായിരിക്കും ഈ ടിയർ ഉണ്ടാകുന്നത്. അതായത് ഒരു സൂപ്പർഫിഷ്യൽ ടിയർ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ടിയർ ആണ്. ഇങ്ങനെയാണ് ടിയർ ഉണ്ടാകുന്നത്. ഓക്കെ, സൂപ്പർഫിഷ്യൽ ടിയർ ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ ടിയർ ആണ്, ഇൻവോൾവിംഗ് ദ മ്യൂക്കോസ ഓഫ് സ്റ്റൊമക് ആൻഡ് ജസ്റ്റ് ബിലോ ദി കാർഡിയ. ഈ കാർഡിയക്ക് താഴെയായിട്ടായിരിക്കും. ഓക്കെ, പിന്നെ ഈ മ്യൂക്കോസൽ ടിയർ പിന്നെ സിവിയർ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഹെമറ്റമിസിസ് ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യാം. അതായത് വോമിറ്റിംഗ് ഓഫ് ബ്ലഡ്. ഓക്കെ, സിവിയർ ആകും. അപ്പം മെയിൻ സിവിയർ വോമിറ്റിംഗ് കാരണമാണ് ഒന്നുകിൽ ഇതുണ്ടാവുന്നത്. അപ്പം ഹെമറ്റമിസിസ് വരുമ്പോൾ പേഷ്യന്റിന് ഷോക്കിന്റെ ഫീച്ചേഴ്സ് ഒക്കെ കാണും. ടാക്കിപ്നിയ, ടാക്കികാർഡിയ, റാപ്പിഡ് ആൻഡ് ത്രെഡി പൾസ് അങ്ങനെയൊക്കെ കാണും. ഓക്കെ, ഇനി അടുത്ത ഇൻവെസ്റ്റിഗേഷൻസ് പറയുമ്പോൾ നമ്മൾ മെയിൻലി എൻഡോസ്കോപ്പിയാണ് ചെയ്യുന്നത്. എന്ത് GI എന്നാലും നമ്മൾ ആദ്യം ഫസ്റ്റ് ലൈൻ ആയിട്ട് എൻഡോസ്കോപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ എൻഡോസ്കോപ്പി വഴിയാണ് നമ്മൾ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത്. അതായത് എവിടെയാ ടിയർ എന്ന് അറിയുന്നത്. ഓക്കെ, എൻഡോസ്കോപ്പി വഴി നമ്മൾ ഡയഗ്നോസ് ചെയ്യും. മെയിൻലി ഈ ടിയർ കാണുന്നതെന്ന് വെച്ചാൽ ലെസ്സർ കർവേച്ചർ ഏരിയയിലായിരിക്കും. ഓക്കെ, അതായത് ഈ ഏരിയയിലായിട്ടായിരിക്കും ടിയർ കാണുന്നത്. ഇത് ഗ്രേറ്റർ കർവേച്ചർ അല്ലേ, ഇതാണ് ലെസ്സർ കർവേച്ചർ. അപ്പൊ ലെസ്സർ കർവേച്ചർ ഏരിയയിലായിരിക്കും ടിയർ വരുന്നത് എൻഡോസ്കോപ്പി വഴി നോക്കും. അതാണ് ഡയഗ്നോസിസ്. പിന്നെ നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കും. ബേസ് ലൈൻ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഹീമോഗ്ലോബിൻ നോക്കും. അതായത് ഇപ്പൊ സിവിയർ ഹെമറേജ് ഒക്കെ ആണെങ്കിൽ അനീമിക് ആയിരിക്കും പേഷ്യന്റ്, അപ്പൊ ഹീമോഗ്ലോബിന്റെ അളവ് നോക്കണം. പിന്നെ PCV, പിന്നെ ഹെമറ്റമിസിസ് കാരണം നല്ല എമൗണ്ട് ഓഫ് ബ്ലഡ് ഒക്കെ പോയെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ വേണ്ടി വരും. ഇത്രയും വരെ സിവിയർ ആവത്തില്ല, നമ്മൾ നോക്കണം. പിന്നെ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ചെറിയൊരു മ്യൂക്കോസൽ ടിയർ അല്ലേ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമുക്ക് കൺസർവേറ്റീവ് മാനേജ്മെന്റ് മതി എന്നാ പറയുന്നത്. ഓക്കെ, പിന്നെ സിവിയർ ഹെമറേജ് അതായത് ഹെമറ്റമിസിസ് സിവിയർ ആയിട്ട് വരുവാണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. പിന്നെ ഡീഹൈഡ്രേഷൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ IV ഫ്ലൂയിഡ്സ്. ഓക്കെ, പിന്നെ ഈ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹീമോസ്റ്റാറ്റിക് ഏജന്റ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഹീമോസ്റ്റാറ്റിക് ഏജന്റ് അതായത് വാസോപ്രസിൻ, അറിയാലോ, വാസോപ്രസിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹീമോസ്റ്റാറ്റിക് ഏജന്റ് ആയിട്ട്, അതായത് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. അതിന് വാസോ കൺസ്ട്രക്റ്റീവ് ആക്ഷൻ ഉണ്ട്. അപ്പം ബ്ലീഡിങ് പോയിന്റ് കൺട്രോൾ ചെയ്യും. ഓക്കെ, പിന്നെ ഇവിടെ എൻഡോസ്കോപ്പിക് ഇഞ്ചക്ഷൻ ഓഫ് അഡ്രിനാലിൻ എന്ന് പറയുന്നുണ്ട്. അതൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ. എൻഡോസ്കോപ്പിക് ഇഞ്ചക്ഷൻ ഓഫ് അഡ്രിനാലിൻ അതായത് 1:10,000 ഡയലൂഷനിലാണ് അത് കൊടുക്കുന്നത്. 1:10,000 ആ പ്രപ്പോർഷനിലാണ് കൊടുക്കുന്നത്. അത് ആ ബ്ലീഡിംഗ് പോയിന്റ് എൻഡോസ്കോപ്പി വഴി ലൊക്കേറ്റ് ചെയ്തിട്ട് അവിടെ ഇഞ്ചെക്ട് ചെയ്യുമെന്ന് പറയും. ഓക്കെ, എൻഡോസ്കോപ്പിക് ഇഞ്ചക്ഷൻ ഓഫ് അഡ്രിനാലിൻ 1:10,000 ഡയലൂഷൻ. പിന്നെ സർജറിയുടെ ആവശ്യം വളരെ റെയർ ആയിട്ട് വരുത്തുള്ളൂ, കാരണം സൂപ്പർഫിഷ്യൽ ടിയർ ആണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ മാലറി വീസ്. ഹലോ, എടാ ഒന്നും കൂടെ പറയുമോ? ജസ്റ്റ് ഒന്ന്. മാലറി വീസ് സിൻഡ്രം എന്ന് പറയുമ്പം ഒരു സൂപ്പർഫിഷ്യൽ ടിയർ ആണ്. അതായത് നമ്മളെ സ്റ്റൊമക്കിന്റെ മ്യൂക്കോസയിൽ ഉണ്ടാകുന്ന ഒരു സൂപ്പർഫിഷ്യൽ ടിയർ ആണ്. ഹലോ, നമ്മുടെ മ്യൂക്കോസ ഓഫ് സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു സൂപ്പർഫിഷ്യൽ ടിയർ ആണ് മാലറി വീസ് സിൻഡ്രം എന്ന് പറയുന്നത്. അത് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഫോളോയിങ് സിവിയർ പ്രൊലോങ്ഡ് വോമിറ്റിംഗ്, അതായത് ഭയങ്കര സിവിയർ ആയിട്ട് പേഷ്യന്റ് വോമിറ്റ് ചെയ്യുന്നത്. സിവിയർ പ്രൊലോങ്ഡ് വോമിറ്റിംഗ് കാരണമാണ് ആ ചെറിയൊരു ടിയർ ഉണ്ടാവും നമ്മുടെ മ്യൂക്കോസയിൽ. ഓക്കെ, നല്ല പ്രഷറിലായിരിക്കും വരുന്നത്. അപ്പം സിവിയർ പ്രൊലോങ്ഡ് വോമിറ്റിംഗ് കാരണം ഒരു മ്യൂക്കോസൽ ടിയർ ഉണ്ടാവും. അത് വരുന്നതെന്ന് വെച്ചാൽ മെയിൻലി
ഈ കാർഡിയ എന്ന ഏരിയ അറിയാലോ, ഇതാണ് കാർഡിയ എന്ന് പറയുന്ന ഏരിയ സ്റ്റൊമക്കിന്റെ. അപ്പൊ ഇതിന് ബിലോ ആയിട്ടാ വരുന്നതെന്ന് പറയുന്നത്. ഓക്കെ, മ്യൂക്കോസയിലാണ് വരുന്നത്. പിന്നെ ചിലപ്പോൾ സിവിയർ ടിയർ ഉണ്ടാവാം, കുറച്ചും കൂടെ സിവിയർ ആയിട്ട് ഹെമറ്റമിസിസ് ആയിട്ട് പേഷ്യന്റ് പ്രസന്റ് ചെയ്യാം. ഓക്കെ, പിന്നെ സിവിയർ ആകുമ്പോഴത്തേക്ക് ബ്ലഡ് നല്ലോണം പോകുന്ന പറഞ്ഞാൽ ഷോക്കിന്റെ ഫീച്ചേഴ്സ് ഒക്കെ വരാം. ടാക്കിക്കാർഡിയ, റാപ്പിഡ് ആൻഡ് ത്രെഡി പൾസ്, അങ്ങനെയൊക്കെ പേഷ്യന്റ് വരാം. ഇൻവെസ്റ്റിഗേഷൻ അല്ലെ ഡയഗ്നോസിസ് കൺഫേം ചെയ്യുന്നത് നമ്മൾ എൻഡോസ്കോപ്പി വഴിയാണ്. ഏത് GIT ആണ് പ്രോബ്ലം ആണെങ്കിൽ നമ്മളെ ഫസ്റ്റ് എൻഡോസ്കോപ്പിയാണ് നമ്മുടെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി. അപ്പൊ എൻഡോസ്കോപ്പി വഴി നമുക്ക് ആ സൈറ്റ് ലോക്കലൈസ് ചെയ്യാനും പറ്റും, അവിടെ ഇഞ്ചക്ഷൻ കൊടുക്കാനും പറ്റും. അഡ്രിനാലിൻ കൊടുക്കും നമ്മൾ 1:10,000 ഡയലൂഷനിൽ അഡ്രിനാലിൻ ആ പോയിന്റ് ലോക്കലൈസ് ചെയ്ത് ഇഞ്ചക്ട് ചെയ്യുമ്പോൾ അതിന്റെ എഫക്ട് കാരണം വാസോ കൺസ്ട്രിക്റ്റ് ആക്ഷൻ കാരണം ബ്ലീഡിങ് നിൽക്കും. കൂടാതെ നമുക്ക് സിവിയർ ഹെമറേജ് ഒക്കെ ആണെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരും. പിന്നെ പേഷ്യന്റ് ഡീഹൈഡ്രേറ്റഡ് ആണെങ്കിൽ IV ഫ്ലൂയിഡ്സ്, പിന്നെ വാസോപ്രസിൻ എന്ന് പറയുന്ന ഒരു ഹീമോസ്റ്റാറ്റിക് ഏജന്റ് കൊടുക്കണം. ഇതൊരു ബ്ലഡ് ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു ഏജന്റാ വാസോപ്രസിൻ. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ അല്ലേ? എൻഡോസ്കോപ്പിയും ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? എൻഡോസ്കോപ്പിയാണ് മെയിൻ ഡയഗ്നോസ് ചെയ്യുന്നത്. പിന്നെ അഡ്രിനാലിൻ ഇഞ്ചക്ട് ചെയ്യും, പിന്നെ ബ്ലഡ് ഇൻവെസ്റ്റിഗേഷൻ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അടുത്തതെന്ന് വെച്ചാൽ ബാരറ്റ്സ് ഇസോഫാഗസ്. അതെന്ന് പറയുമ്പോൾ ഒരു പ്രീ മാലിഗ്നന്റ് കണ്ടീഷൻ എന്നാ പറയുന്നത്. അതായത് നമ്മളെ ഇപ്പം സ്റ്റൊമക്ക്, നമ്മൾ നേരത്തെ ഒരു അസുഖം പഠിച്ചിട്ടുണ്ട്, ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്, ഓർമ്മയുണ്ട്? GERD. അപ്പൊ ഇത് GERD എന്ന അസുഖം കാരണമെന്നാ പറയുന്നത്. അതായത് ഈ ഗ്യാസ്ട്രിക്കിൽ നിന്നുള്ള കണ്ടൻസ് ഈസോഫാഗസിലോട്ട് ഇങ്ങനെ കയറും, റിഫ്ലക്സ് ചെയ്ത് ഇങ്ങനെ മേളിലോട്ട് ഇങ്ങനെ തുടർച്ച കയറി അപ്പം ഈ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ ഷിഫ്റ്റ് ചെയ്ത് മേളിലോട്ട് പോകും. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഗ്യാസ്ട്രിക് ലൈൻ ചെയ്യുന്ന എപ്പിത്തീലിയം ഈസോഫാഗസ് ഏരിയയിലോട്ടുകൂടെ വരും. അതായത് ഈസോഫാഗസിന്റെ ലോവർ എൻഡിലെ സ്കോമസ് എപ്പിത്തീലിയത്തിനെ റീപ്ലേസ് ചെയ്ത് ഈ കണ്ടൻസ് ഇങ്ങനെ കയറി വരുന്ന കാരണം അതിന്റെ കോളംനാർ എപ്പിത്തീലിയം അവിടെ വന്ന് അറ്റാച്ച് ആവും. ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ കോളംനാർ മെറ്റാപ്ലേസിയാണ്. അതായത് വൺ ടൈപ്പ് ഓഫ് എപ്പിത്തീലിയം റീപ്ലേസ് ചെയ്ത് പുതിയൊരു എപ്പിത്തീലിയം വരും. ഓക്കെ, കോളംനാർ മെറ്റാപ്ലേസിയാണ് ഇവിടെ നടക്കുന്നത്. അത് ഗ്യാസ്ട്രോ ഇസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് കാരണം ഗ്യാസ്ട്രിക് കണ്ടൻസ് റീഗർജിറ്റേറ്റ് ചെയ്ത് ഈസോഫാഗസിലോട്ട് കയറി ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ നോർമലി നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മേളിലോട്ട് പോകും. അപ്പം ലോവർ എൻഡ് ഓഫ് സ്റ്റൊമക്കിലെ സ്ക്വാമസ് എപ്പിത്തീലിയം റീപ്ലേസ് ചെയ്ത് അവിടെ കോളംനാർ എപ്പിത്തീലിയം ലൈൻ ചെയ്യും. ഇതിനെ കോളംനാർ മെറ്റാപ്ലേഷ്യ എന്ന് പറയും. ഓക്കെ, ഇത് കാരണം നമ്മളെ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ പ്രോക്സിമലി ഷിഫ്റ്റ് ഉണ്ടാവും. പ്രോക്സിമൽ ഷിഫ്റ്റ് നമ്മൾ എൻഡോസ്കോപ്പി വഴി നോക്കുമ്പോൾ തന്നെ പ്രോക്സിമലി ഡിസ്പ്ലേസ്ഡ് സ്കോമോ കോളംനാർ ജംഗ്ഷൻ ഓൺ എൻഡോസ്കോപ്പി ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, കൂടാതെ ഈ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷനിൽ നമുക്ക് ഗോബ്ലെറ്റ് സെൽസും കാണാൻ പറ്റും. ഗോബ്ലെറ്റ് സെൽസ് നമ്മൾ നോർമലി കാണുന്നത് എവിടെയാ? ഇൻഡസ്റ്റൈനിന്റെ മെയിൻ ഫീച്ചർ അല്ലേ ഗോബ്ലെറ്റ് സെൽസ്. അപ്പൊ അത് നമ്മൾ ഈസോഫാഗസിൽ കാണുവാണെങ്കിൽ അത് അബ്നോർമൽ ആണല്ലോ. ഈസോഫാഗസിൽ ഗോബ്ലെറ്റ് സെൽസ് വരണമെങ്കിൽ അത് ഇൻഡസ്റ്റൈനൽ മെറ്റാപ്ലേഷ്യ, അതായത് ഇൻഡസ്റ്റൈനൽ എപ്പിത്തീലിയം ഡിസ്പ്ലേസ് ചെയ്ത് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ടാണ് ഓക്കെ ഗോബ്ലെറ്റ് സെൽസ് അവിടെ കാണുന്നത്. അതാണ് ഇവിടുത്തെ മെയിൻ ഫീച്ചർ എൻഡോസ്കോപ്പി കാണുമ്പോൾ. കൂടാതെ അടുത്ത ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ GERD പറഞ്ഞ നേരത്തെ അതേ ഫീച്ചേഴ്സ് തന്നെ. ഡിസ്പേജി കാണും പേഷ്യന്റിന്, റീഗർജിറ്റേഷൻ, വോമിറ്റിംഗ് കാണും, പിന്നെ ഹെമാറ്റമിസിസ് കാണും. കൂടെ ഹെമാറ്റമിസിസ്, ഡിസ്പേജി, ഇതൊക്കെയാണ് അതായത് GERDയുടെ ഫീച്ചേഴ്സ്. കൂടാതെ ഹെമാറ്റമിസിസ് ഒക്കെ കാണും. ഓക്കെ, പിന്നെ ഇവിടെ പേഷ്യന്റിന്റെ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ ഷിഫ്റ്റ് ആയി ഞാൻ പറഞ്ഞില്ലേ. ഈ ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷന്റെ മേളിൽ എബോവ് ദി ഗ്യാസ്ട്രോ ഇസോഫാജിയൽ ജംഗ്ഷൻ നമ്മൾ എൻഡോസ്കോപ്പി വഴി നോക്കുമ്പോൾ നമുക്ക് കോളംനാർ എപ്പിത്തീലിയം വിസിബിൾ ആയിരിക്കും. ഓക്കെ, കോളംനാർ എപ്പിത്തീലിയം is visible endoscopically above the gastroesophageal junction to diagnose it as Barrett esophagus. Okay. പിന്നെ ഹിസ്റ്റോളജിക്കലി 3 ടൈപ്സ് ഉണ്ട്. ഗ്യാസ്ട്രിക് ടൈപ്പ്, ഇൻഡസ്റ്റൈനൽ ടൈപ്പ്, ജംഗ്ഷണൽ ടൈപ്പ് എന്ന് പറയും. ഗ്യാസ്ട്രിക് ടൈപ്പ് എന്ന് പറയുമ്പം
ആ ഗ്യാസ്ട്രിക് സെൽസ് ഒക്കെ കാണും. അതായത് ചീഫ് സെൽസും പാരൈറ്റൽ സെൽസ് ഒക്കെ കാണും. ഇൻഡസ്റ്റൈനൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ മെയിൻലി അവിടെ ഗോബ്ലറ്റ് സെൽസ് ആണ് കാണുന്നത്. പിന്നെ ജംഗ്ഷണൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഏരിയയിൽ നിന്ന് വരുന്ന സെൽസും അവിടെ കാണും. മ്യൂക്കസ് ഗ്ലാൻസ് ഇതൊക്കെ കാണും. ഓക്കെ. പിന്നെ ഈ കോളംനാർ എപ്പിത്തീലിയം ഈസ് ഹൈലി പ്രോൺ ഫോർ മാലിഗ്നന്റ് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ. columnar epithelium is highly prone to malignant transformation. 40 times more common എന്ന് പറയുന്നത് നമ്മളെ ജനറൽ പോപ്പുലേഷനിൽ ഈ കണ്ടീഷൻ 40 times more common intestinal metaplasia എന്ന് പറയുന്നത്. ഓക്കെ. ഇത് വന്നു കഴിഞ്ഞാൽ 40 times അല്ല, ഇത് വന്നാലല്ല, നമ്മളെ ഹാബിറ്റ്സും ഡെയിലി ഹാബിറ്റ്സ് ഒക്കെ വെച്ച് 40 times more common എന്നാ പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടുത്തെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ പേഷ്യന്റിനെ ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ പേഷ്യന്റ് ആദ്യം ഒന്ന് പ്രസന്റ് ചെയ്യും നമ്മൾ. പിന്നെ നമ്മൾ റെഗുലർ ആയിട്ട് പേഷ്യന്റിനെ എൻഡോസ്കോപ്പിക് ഫോളോ അപ്പ് ചെയ്യണം. ഓക്കെ. അതാണ് ഇവിടുത്തെ മെയിൻ. റെഗുലർ എൻഡോസ്കോപ്പിക് ബയോപ്സി എടുക്കണം. റെഗുലർ എൻഡോസ്കോപ്പിക് ബയോപ്സി എടുത്തിട്ട് നമ്മൾ നോക്കണം ലീഷൻ പ്രോഗ്രസ് ചെയ്യുന്നുണ്ടോ, അതായത് ഡിസ്പ്ലേഷ്യ സംഭവിക്കുന്നുണ്ടോ. ഇവിടെ ആദ്യം മെറ്റാപ്ലേഷ്യ ഉണ്ടായല്ലോ. മെറ്റാപ്ലേഷ്യന്ന് പിന്നെ ഈ കണ്ടീഷൻ മാറി ഡിസ്പ്ലേഷ്യയിലോട്ട് പോകുന്നുണ്ടോ, അതായത് ലോ ഗ്രേഡ്, മീഡിയം, ഹൈ ഗ്രേഡ് ഡിസ്പ്ലേഷ്യയിലോട്ട് പോകുന്നുണ്ടോ നോക്കണം. അതിനാണ് നമ്മൾ റെഗുലർ എൻഡോസ്കോപ്പിക് ബയോപ്സി എടുത്ത് പേഷ്യന്റിനെ ഫോളോ ചെയ്യുന്നത് ഇൻ ഓർഡർ ടു റൂൾ ഔട്ട് ലോ ഗ്രേഡ് ഡിസ്പ്ലേഷ്യ. കൂടാതെ നമ്മളിവിടെ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക് ചെയ്യും. റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, അതായത് നമ്മൾ ആ ഏരിയയെ റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ഉപയോഗിച്ച് ഹീറ്റ് ചെയ്ത് കരിച്ചു കളയും. അതാണ് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറയുന്ന ടെക്നിക്ക്. ഓക്കെ. ഹലോ, മനസ്സിലായോ? ഇത് രണ്ടുമാണ് മെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. കൂടാതെ പേഷ്യന്റിന് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുക്കും. അതെന്തിനാന്ന് വെച്ചാൽ ആസിഡ് സെക്രീഷൻ സപ്രസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ റീഫ്ലക്സ് കുറയും, റീഫ്ലക്സിന്റെ എപ്പിസോഡ് കുറയും. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഒരു 3 to 6 months കൊടുക്കണം. ഹൈ ഡോസ് ആയിരിക്കും കൊടുക്കേണ്ടത്, നോർമലി കൂടുതൽ. ഓക്കെ. ഹൈ ഡോസ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് 3 to 6 months in order to suppress the acid secretion and prevent reflux. ഓക്കെ. പിന്നെ നമ്മളൊരു ആന്റി റിഫ്ലക്സ് ട്രീറ്റ്മെന്റ് നടത്തും. നമ്മുടെ ലാപ്രോസ്കോപ്പിക് ആന്റി റിഫ്ലക്സ് ട്രീറ്റ്മെന്റ് എന്ന് പറയും. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇല്ല, പേര് മാത്രമേ ഉള്ളൂ. ലാപ്രോസ്കോപ്പിക് ആന്റി റീഫ്ലക്സ് ട്രീറ്റ്മെന്റ് നടത്തും. ഓക്കെ. ഇതാണ് നമ്മൾ വേറൊരു സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. പിന്നെ അറ്റ് ലാസ്റ്റ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ ആണ്. അറ്റ് ലാസ്റ്റ് എൻഡോസ്കോപ്പിക് അവിടുത്തെ മ്യൂക്കോസ റിസെക്ട് ചെയ്ത് കളയും. എൻഡോസ്കോപ്പി വഴി മ്യൂക്കോസൽ റിസെക്ഷൻ ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അത് നല്ലതാണെന്നാ പറയുന്നത്. ഗുഡ് പ്രോഗ്നോസിസ്. ഓക്കെ. എൻഡോസ്കോപ്പിക് മ്യൂക്കോസൽ റിസെക്ഷൻ ഇത്രേ ഉള്ളൂ. ബാരറ്റ് ഈസോഫാഗസ്. പക്ഷേ ഈ ബാരറ്റ് ഈസോഫാഗസ് വന്ന കോളംനാർ മെറ്റാപ്ലേഷ്യ കാരണം ഹൈ റിസ്ക് ഫോർ പ്രീമാലിഗ്നൻസി കണ്ടീഷൻ ആണ് ഈ ബാരറ്റ് ഈസോഫാഗസ്. അതായത് പ്രോഗ്രസ് ചെയ്ത് കാർസിനോമ ഈസോഫാഗസ് ആവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇനി ഒരു ടോപ്പിക് കൂടെ ഉണ്ട്. അതിന്റെ ജംഗ്ഷണൽ ടൈപ്പ് ഓഫ് പാരറ്റ്സിൽ എന്ത് സെൽസ് കാണുന്നെന്ന് പറഞ്ഞ മ്യൂക്കസ് ഗ്ലാൻസ്. അങ്ങനെയാണ്. നമ്മളെ എന്തോ ഒരു വാട്ടർമെലൺ സ്റ്റൊമക്ക് എന്ന് പറഞ്ഞ എന്തോ ഇതായിരുന്നു, മാൽഡറീസ് ആയിരുന്നു. അല്ലല്ല, അത് വേറെ. സോറി. ഇത് ചുമന്നിരിക്കും, വാട്ടർമെലന്റെ കണക്ക്. എൻഡോസ്കോപ്പി വഴി നോക്കുമ്പോൾ അങ്ങനെ ഇരിക്കും. അടുത്ത ടോപ്പിക്കാണ്. മനസ്സിലായല്ലോ? പറയണോ ഇനി? മനസ്സിലായി. വേണ്ട. ഇനി അടുത്താണ് ബോർഹാവ് സിൻഡ്രം എന്ന് പറയുന്നത്. ബോർഹാവ് സിൻഡ്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഈസോഫാഗസ് എന്ന് വിചാരിച്ചു. ഓക്കെ. ഈസോഫാഗസ് നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. അപ്പർ 1/3, മിഡിൽ 1/3, ലോവർ 1/3. ഇവിടെ ബോർഹാവ് സിൻഡ്രം എന്ന് പറയുന്ന ഈ കണ്ടീഷൻ ഉണ്ടാകുന്നത് നമ്മളെ ലോവർ 1/3 ഓഫ് ഈസോഫാഗസിൽ, അതായത് ഇവിടെ. ഓക്കെ. ലോവർ 1/3 ഓഫ് ഈസോഫാഗസിൽ ഒരു ടിയർ വരും. ആ ടിയർ എന്ന് വെച്ചാൽ എങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ക്ലോസ്ഡ് ഗ്ലോട്ടിസ് ആയിരിക്കും. നമ്മൾ നോർമലി ഇരിക്കുമ്പോൾ ഗ്ലോട്ടിസ് ക്ലോസ്ഡ് ആയിരിക്കും എന്നല്ലേ പറയുന്നത്. നമുക്ക് ഫുഡ് കഴിക്കാൻ പോകുമ്പോഴല്ലേ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഇത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു കണ്ടീഷനാണ്. ഓക്കെ. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും വരുന്ന ഒരു കണ്ടീഷൻ, അതായത്
ഒരു ക്ലോസ്ഡ് ഗ്ലോട്ടിസിനെതിരെ നമ്മൾ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു പ്രഷർ വരും. ആ പ്രഷർ കാരണം നമ്മളെ ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസിൽ ഒരു ടിയർ സംഭവിക്കും. അതാണ് ബോർഹാവ് സിൻഡ്രം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ഈസോഫാജിയൽ റപ്ചർ വരുന്നതാണ്. അത് നോർമലി നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴാണ് ഗ്ലോട്ടിസ് ഓപ്പൺ ആവുന്നത്. ഇവിടെ ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഗ്ലോട്ടിസ്. സ്പോണ്ടേനിയസ് ആയിട്ട് ക്ലോസ്ഡ് ഗ്ലോട്ടിസിനെതിരെ പേഷ്യന്റ് വോമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് അവിടെ പ്രഷർ ബിൽഡപ്പ് ചെയ്ത് ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസിൽ വരുമ്പോൾ ഒരു ടിയർ സംഭവിക്കും. അതിനെയാണ് ബോർഹാവ് സിൻഡ്രം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ മെയിൻ സൈറ്റ് എവിടെയാ കോമൺ ആയിട്ട് കൂടുതൽ കാണുന്നതെന്ന് വെച്ചാൽ പോസ്ട്രോലാറ്ററൽ പാർട്ട് ഓഫ് ലോവർ ഈസോഫാഗസ്. ലോവർ ഈസോഫാഗസിന്റെ പോസ്ട്രോലാറ്ററലി ആണ് കൂടുതൽ കാണുന്നത്. പോസ്ട്രോലാറ്ററൽ പാർട്ട് ഓഫ് ലോവർ ഈസോഫാഗസ് ആണ് മെയിൻ സൈറ്റ്. ഓക്കെ, പോസ്ട്രോലാറ്ററൽ പാർട്ട് ഓഫ് ലോവർ ഈസോഫാഗസ്. SRB പറയുന്നത് 2 to 10 centimeter ഓഫ് ദി പോസ്ട്രോലാറ്ററൽ പാർട്ട് ഓഫ് ലോവർ ഈസോഫാഗസ്. മറ്റേതില് ഈ കാൽക്കുലേഷൻ ഒന്നുമില്ല, ഇങ്ങനെ. ഓക്കെ, ഇതാണ് മെയിൻ സൈറ്റ്. പേഷ്യന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സഡൻ ഓൺസെറ്റ് വരുന്ന ഒരു കണ്ടീഷനാണ്. അപ്പൊ സഡൻ ഓൺസെറ്റ് സിംറ്റംസ് ആയിരിക്കും പേഷ്യന്റിന്. ഓക്കെ, സഡൻ ഓൺസെറ്റ് സിംറ്റംസ് ആയിരിക്കും. പേഷ്യന്റിന് സിവിയർ ചെസ്റ്റ് പെയിൻ കാണും. കാരണം പ്രഷർ കാരണമേ പെട്ടെന്ന് മേലോട്ട് കയറി പോകുന്നത്. അപ്പൊ സിവിയർ ചെസ്റ്റ് പെയിൻ കാണും. പിന്നെ പെയിൻ അബ്ഡമൻ കാണും. പിന്നെ സബ്ക്യൂട്ടേനിയസ് എംഫൈസിമ എന്ന് പറയും. അത് ഈ ലെഫ്റ്റ് പോസ്റ്റോലാറ്ററൽ വാള് വരുന്നതുകൊണ്ടാണ് സബ്ക്യൂട്ടേനിയസ് എംഫൈസിമ എന്ന പണ്ട് അഫിൻസാർ എന്തോ പറഞ്ഞു. എല്ലാവർക്കും കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പൊ ഇതാണ് ഇവിടുത്തെ മെയിൻ ഫീച്ചേഴ്സ്. സഡൻ ഓൺസെറ്റ് ആയിരിക്കും, സിവിയർ ചെസ്റ്റ് പെയിൻ കാണും, പെയിൻ അബ്ഡമൻ, സബ്ക്യൂട്ടേനിയസ് എംഫിസിമ. ഇനി ഇവിടെ 2 സൈൻസ് ഉണ്ട്. ഹമ്മാൻ സൈൻ എന്നും പറയും, HAMMAN, ഹമ്മാൻ സൈൻ. ഇതെന്ന് വെച്ചാൽ നമ്മൾ ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസ് ടിയർ വരത്തില്ലേ, ടിയർ വരുന്ന കാരണം അവിടെ നിന്നുള്ള എയർ ഈസോഫാഗസ്, ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസിൽ നിന്നുള്ള എയർ എസ്കേപ്പ് ചെയ്ത് നമ്മളെ മിഡിയാസ്റ്റൈനം അറിയാലോ, 2 ലങ്സിന്റെ ഇടയ്ക്കുള്ള സ്പേസ്. അപ്പൊ ആ മിഡിയാസ്റ്റൈനത്തിലോട്ട് ഈ ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസിൽ നിന്ന് ടിയർ കാരണം അവിടെ നിന്നുള്ള എയർ എസ്കേപ്പ് ചെയ്ത് മിഡിയാസ്റ്റൈനത്തിലോട്ട് വരും. മിഡിയാസ്റ്റൈനത്തിൽ ഇരിക്കുന്ന മെയിൻ സ്ട്രക്ചർ ഏതാ? ഹാർട്ട് അല്ലേ. അപ്പം നമ്മളെ ഈ ഹാർട്ട് ഈ എയർ വന്നിട്ട് ഈ മിഡിയാസ്റ്റൈനത്തിലുള്ള ടിഷ്യൂസിലോട്ടൊക്കെ ഫില്ല് ചെയ്യും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഹാർട്ട് കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ എപ്പോഴും. നമ്മളെ ഹാർട്ട് ചെന്ന് ഈ മിഡിയാസ്റ്റൈനത്തിലോട്ടുള്ള ടിഷ്യൂസിനെ ബീറ്റ് ചെയ്യും. അതായത് ഹാർട്ട് നോർമലി ബീറ്റ് ചെയ്യുമ്പോൾ മിഡിയാസ്റ്റൈനൽ ടിഷ്യൂസിനെതിരായിട്ടല്ലേ ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ബീറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്രഞ്ചിങ് സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ക്രഞ്ചിങ് സൗണ്ട് ഡ്യൂ ടു ദി ഹാർട്ട് ബീറ്റിംഗ് അഗെയിൻസ്റ്റ് ദി എയർ ഫിൽഡ് മിഡിയാസ്റ്റൈനൽ ടിഷ്യൂസ്, അങ്ങനെയാണ് പറയുന്നത്. ഇതിനാണ് ഒരു ക്രഞ്ചിങ് സൗണ്ട്. അതാണ് ഈ ഹമ്മാൻ സൈൻ എന്ന് പറയുന്നത്. അതായത് ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസിൽ നിന്ന് എയർ എസ്കേപ്പ് ചെയ്ത് മിഡിയാസ്റ്റൈനത്തിലോട്ട് പോകും. മിഡിയാസ്റ്റൈനത്തിന്റെ മെയിൻ സ്ട്രക്ചറായ ഹാർട്ട് മിഡിയാസ്റ്റൈനൽ ടിഷ്യൂസിനെതിരായിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ക്രഞ്ചിങ് സൗണ്ട് നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റും. ഓസ്കൾട്ടേറ്ററി ഫൈൻഡിങ് ആണ്. ഓക്കെ, ഒരു ക്രഞ്ചിങ് സൗണ്ട് നമുക്ക് ഹിയർ ചെയ്യാൻ പറ്റും. അതിന് കാരണം എന്ന് വെച്ചാൽ ഹാർട്ട് എയർ ഫിൽഡ് ടിഷ്യൂസിനെതിരെ ബീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ശബ്ദമാണ്. അപ്പം ഈ ചെസ്റ്റ് എക്സ്റേ നമ്മൾ ചെയ്ത് നോക്കണം. നമ്മളെ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ചെസ്റ്റ് എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ന്യൂമോ മിഡിയാസ്റ്റൈൻ എന്ന് നമ്മൾ പറയുന്നത് എയർ ഇൻ ദി മിഡിയാസ്റ്റൈൻ. ഓക്കെ, അപ്പം SRBയിൽ ഒരു സൈൻ പറയുന്നുണ്ട്, വി സൈൻ ഓഫ് നാക്ലേറിയോ എന്ന് പറയുന്നുണ്ട്. വി സൈൻ ഓഫ് നാക്ലേറിയോ, പേര് പറ്റുമെങ്കിൽ പഠിക്കാം. ഓക്കെ, ന്യൂമോ മിഡിയാസ്റ്റൈനം ചെസ്റ്റ് എക്സ്റേ എടുക്കുമ്പോൾ ന്യൂമോ മിഡിയാസ്റ്റൈനം നമുക്ക് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് ഈ വി സൈൻ ഓഫ് നാക്ലേറിയോ എന്ന് പറയുന്നത്. ഓക്കെ, വേറെ പിന്നെ കൂടാതെ നമ്മൾ നോർമലി ചെയ്യുന്ന അതർ ഇൻവെസ്റ്റിഗേഷൻസ് ലൈക്ക് CT എടുക്കാം, MRI ചെസ്റ്റ് എടുക്കാം. പിന്നെ നമ്മൾ ബേസിലെ ഇൻവെസ്റ്റിഗേഷൻസ് ബ്ലഡ് കൗണ്ട്, ടോട്ടൽ കൗണ്ട്, BC, TC, DC അതൊക്കെ ചെയ്യാം. ഓക്കെ, ക്ലിയർ ആയോ? പിന്നെ ഇവിടെ ഒരു ട്രയഡ് കൂടെ ഉണ്ട്, മെക്ലേഴ്സ് ട്രയഡ് എന്ന് പറയും. MECKLER, മെക്ലേഴ്സ് ട്രയഡ്. അതായത് മെയിൻലി നേരത്തെ ഞാൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് ആയിട്ട് പറഞ്ഞില്ലേ, ചെസ്റ്റ് പെയിന്,
അക്യൂട്ട്. ചെസ്റ്റ് പെയിന്, വോമിറ്റിംഗ്, പിന്നെ സബ്ക്യൂട്ടേനിയസ് എംഫൈസിമ. ഇത് മൂന്നും കൂടെ ചേരുന്നതാണ് മെക്ലേഴ്സ് ട്രയഡ്. അതായത് ചെസ്റ്റ് പെയിൻ, വോമിറ്റിംഗ്, സബ്ക്യൂട്ടേനിയസ് എംഫൈസിമ. ഓക്കെ. പിന്നെ ഇവിടെ 2 DDs ഉണ്ട്, ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. 2 കണ്ടീഷൻ ഉണ്ട്. ഞാൻ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ? സിവിയർ ചെസ്റ്റ് പെയിൻ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഒരു DD ആയിട്ട് നമുക്ക് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ പറയാം. നമ്മൾ കൺഫ്യൂസ് ചെയ്യാം. ഒരു DD ആയിട്ട് MI. പിന്നെ പെയിൻ അബ്ഡമൻ എന്ന് പറഞ്ഞായിരുന്നു. അപ്പം നമുക്കൊരു DD ആയിട്ട് പാങ്ക്രിയാറ്റൈറ്റിസും പറയാം. ഓക്കെ. ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഓറലി മാലറിയീസും DD ആയിട്ട് പറയാമല്ലോ അല്ലേ? മാലറിയീസ് സൂപ്പർഫിഷ്യൽ ടിയർ. കറക്റ്റ് അറിയത്തില്ല. ഇവിടെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ബോർഹാവ് സിൻഡ്രത്തിൽ ഇവിടെ ഈസോഫാഗസ് ഡാമേജ് അല്ലേ പേഷ്യന്റിന്റെ, ലോവർ എൻഡ് ടിയർ അല്ലേ. അപ്പൊ അവിടെ നമ്മളിപ്പം ഈ വഴി ഓറലി എന്തെങ്കിലും കൊടുത്താൽ തന്നെ ലോവർ എൻഡ് ടിയർ ആയതുകൊണ്ട് അത് ലീക്ക് ചെയ്ത് മിഡിയാസ്റ്റൈനം, പ്ലൂറ അങ്ങോട്ടൊക്കെ ലീക്ക് ചെയ്ത് പോവാം. നമ്മൾ പേഷ്യന്റിനെ ഓറലി കൊടുക്കത്തില്ല. നമ്മൾ പേഷ്യന്റിനെ നിൽ ഓറലി എന്ന് പറയുന്നത്. ഓറലി കൊടുക്കാത്തതുകൊണ്ട് നിൽ ഓറലായിട്ട് വെക്കും പേഷ്യന്റിനെ. ഓക്കെ. പിന്നെ ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഇൻഫെക്ഷന് വേണ്ടി ആന്റിബയോട്ടിക്സ് കൊടുക്കും. ഇത് മിക്കവാറും IV ആയിട്ടായിരിക്കും കൊടുക്കേണ്ടത്. ആന്റിബയോട്ടിക്സ്, പിന്നെ ഡീഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ IV ഫ്ലൂയിഡ്സ്. പിന്നെ ഈസോഫാഗസ് ഡാമേജ് ആയെന്ന് പറഞ്ഞ പേഷ്യന്റിന് നമുക്ക് ഫുഡ് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല. പേഷ്യന്റ് പിന്നെ മാൽന്യൂട്രീഷൻ ഒക്കെ വരുമല്ലോ. അപ്പൊ നമ്മൾ പേഷ്യന്റിന് ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷനാണ് കൊടുക്കുന്നത്. ഓക്കെ. പാരന്റലി നമ്മൾ കൊടുക്കും പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ളതൊക്കെ. ഓക്കെ. ടോട്ടൽ പാരന്റൽ ന്യൂട്രീഷൻ ആണ് കൊടുക്കുന്നത്. ഇനി ഇവിടെ ഫീഡിങ് ബൈ ജെജിനോസ്റ്റമി എന്നും പറയുന്നുണ്ട്. എന്തുകൊണ്ട് കറക്റ്റ് അറിയത്തില്ല. ഫീഡിങ് ബൈ ജെജിനോസ്റ്റമി. ഓക്കെ. ഇനി ഇവിടുത്തെ മെയിൻ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സർജറി തന്നെയാണ് കേട്ടോ. സർജറി, അതായത് റിസെക്ഷൻ ചെയ്യും. അതായത് ലെഫ്റ്റ് തൊറാക്കോട്ടമി എന്ന് പറയുന്നത്. ലെഫ്റ്റ് തൊറാക്കോട്ടമി പ്രൊസീജിയർ ചെയ്യുന്നു. പേഷ്യന്റിന് സിവിയർ മീഡിയാസ്റ്റൈനൽ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ പേഷ്യന്റിന് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കൂടുതലാണ്. അപ്പം പിന്നെ ഒരു കാര്യം, നമ്മൾ മാലറി വീസിന് പറഞ്ഞല്ലോ സൂപ്പർഫിഷ്യൽ ടിയർ എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ബോർഹാവ് സിൻഡ്രത്തിൽ ഈ 4 ലെയർ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊരു ഡീപ് ടിയർ ആണ്. ഡീപ് ടിയർ ഓഫ് ദി ലോവർ എൻഡ്. മറ്റേത് സൂപ്പർഫിഷ്യൽ ടിയർ ആണ്. അത് ഓർത്താണ്, കമ്പയർ ചെയ്ത് പഠിച്ചാണ്. പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ബോർഹാവ് സിൻഡ്രം കാരണം. കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാം. അതായത് ഈ ലോവർ എൻഡ് ഓഫ് ഈസോഫാഗസ് ടിയർ കാരണം ഫുഡ് ലീക്ക് ചെയ്ത് മിഡിയാസ്റ്റൈനത്തിൽ പോകാമല്ലോ. അപ്പോൾ ഒരു കോംപ്ലിക്കേഷൻ ആണ് മിഡിയാസ്റ്റൈനൈറ്റിസ് വരാം. പിന്നെ പെരിറ്റോണിയത്തിലോട്ട് പോവാം, അപ്പൊ പെരിറ്റോണൈറ്റിസ് വരാം. പിന്നെ എംഫൈസിമ വരാം, എംഫിസിമ. പിന്നെ സെപ്റ്റിസീമിയ. ഓക്കെ. ഇത്രയാണ് കോംപ്ലിക്കേഷൻ ഉള്ള ടോപ്പിക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ആയല്ലോ? ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ. Thank you.